സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം സംഭവിച്ചു എന്ന ദാരുണമായ ഒരു വാർത്തയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അടുത്തിടെയായി മരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ഒരു മരണവാർത്ത പറയുമ്പോൾ ഗുഡ് മോർണിംഗ് നേരാമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതെന്ന് വളരെ ആശങ്ക തോന്നുന്നു. പൊതുജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിലൊക്കെയാണ്. പുഴയിലിറങ്ങുക, കുളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഒരു ഭയത്തിന്റെ കൂടി ലാഞ്ചന എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നു ഈ സംഭവങ്ങളോടുകൂടി. മോത്തി, അമീബിക് മസ്തിഷ്ക ജ്വരം ആളുകളിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വന്നു കഴിഞ്ഞാലുള്ള മരണസാധ്യത അത് വളരെ അധികമാണ് എന്നതാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത. 95% മുകളിലാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അടുത്തിടെയായി നടക്കുന്ന 3ാമത്തെ മരണമാണ്. 3ാമത്തെ കുട്ടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യവും. ഫറൂഖ് കോളേജിനടുത്ത് ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഇവിടെ അജിത് പ്രസാദിൻ്റെ മകനാണ്. ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുട്ടി വീടിനടുത്ത് തന്നെയുള്ള അച്ചൻകുളം, അതൊരു ഒഴുക്കൊക്കെ കുറഞ്ഞ ഒരു കുളമാണ്, അവിടെ കുളിച്ചിരുന്നു. അതിനുശേഷമാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായത്. ആദ്യം ഫറോക്കിലെ താലൂക്ക് ആശുപത്രിയിലാണ് കാണിച്ചത്. അസുഖം മാറാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അതിനുശേഷമാണ് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ജൂൺ 24-നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. പരിശോധന ഫലം വന്ന സമയത്താണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി കുട്ടി മരിച്ചു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ അച്ചൻകുളത്തിൽ നിന്ന് തന്നെയാണ് കുട്ടിക്ക് രോഗം വന്നിട്ടുണ്ടാകുക എന്നാണ് അനുമാനിക്കുന്നത്. തുടർന്ന് കുളം ക്ലോറിനേറ്റ് ചെയ്തിരുന്നു. രാമനാട്ടുകര നഗരസഭ ഈ കുളത്തിലേക്ക് ആളുകൾ ഇറങ്ങുന്നത് താൽക്കാലികമായി നിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനു മുൻപ് മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടിയാണ് മരണപ്പെട്ടത്. പിന്നെ കണ്ണൂർ സ്വദേശിയായ ഒരു കുട്ടി, മലപ്പുറം സ്വദേശിയായ കുട്ടി മുന്നിയൂർ പുഴയിൽ കുളിച്ചിരുന്നു. ഒഴുക്ക് കുറഞ്ഞ ഭാഗത്താണ് കുളിച്ചിരുന്നത്. അതിനുശേഷം കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. കണ്ണൂർ സ്വദേശിയായ കുട്ടി വിനോദസഞ്ചാരത്തിനായി പോയ സമയത്ത് വളരെ ദാരുണമായ സംഭവമാണ്.